സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് സ്വാഗതം. സി.വി. നിർമ്മലയുടെ സായുജ്യം. അദ്ധ്യായം 8. ഗോപികൃഷ്ണൻ അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. പിന്നെ വെയിലത്തു നിന്നും തണൽ മരങ്ങളുടെ ചുവട്ടിലേക്ക് മാറി. മരത്തിൽ ചാരി നിന്നുകൊണ്ട് അയാൾ ശാന്തനായി ചോദിച്ചു, പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വിമലയുടെ തൊണ്ടയിടറി. എന്താണ് നിന്റെ സുരക്ഷിതത്വം? അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് സുഷമ. അവൾക്ക് അവളുടെ ആങ്ങളയെ ഏറെക്കുറെ അറിയാമല്ലോ. അവൾ എന്നെ ചതിക്കില്ലെന്നാണ് വിശ്വാസം. രാജൻ ബാബു ഒരു ചീത്ത മനുഷ്യനായി എനിക്ക് തോന്നിയില്ല. അയാൾ ചീത്തയാണോ നല്ലതാണോ എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കേണ്ട. അനുഭവങ്ങളിൽ നിന്നേ മനസ്സിലാകൂ. ഞാൻ ചോദിക്കുന്നത് അയാൾ തരാൻ പോകുന്ന ഗ്യാരണ്ടി എന്താണ് എന്നതാണ്. ഒരു പ്രഭാതത്തിൽ അയാൾ നിന്നെയും കൂട്ടി ഗൾഫിലേക്കെന്നും പറഞ്ഞ് യാത്രയാകുന്നു. അയാൾ മാത്രമേ ഉള്ളൂ നിനക്ക് തുണ. പിന്നെ അയാൾ പറയുന്നതെന്തും അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് നീ. ഹോട്ടലിലോ ലോഡ്ജിലോ അയാളോടൊപ്പം കഴിയേണ്ടി വന്നേക്കാം. ബോംബെയിൽ ചെന്നിട്ട് അയാൾക്ക് നിന്നെ വലിയ വിലയ്ക്ക് വിൽക്കാനാണ് ഉദ്ദേശമെങ്കിലും വിൽക്കാം. നിനക്ക് ചെറുവിരൽ നനക്കാനാവില്ല. അതുകൊണ്ടാണ് എന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിച്ചത്. ഒറ്റ ഗ്യാരണ്ടിയുള്ളൂ, വിശ്വാസം. അയാൾ സ്വദേശത്തിലാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന വിശ്വാസം. ഗോപികൃഷ്ണൻ്റെ മുഖം ചുവന്നു. ആർക്കു വേണ്ടിയാണിത്? കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നോർത്ത്. ഗൾഫിൽ എത്ര കാലം ജോലി നോക്കാനാണ്? ഒരു 5 കൊല്ലം. ഒരു 5 കൊല്ലത്തെ സമ്പാദ്യം കൊണ്ട് തൃപ്തിപ്പെടാൻ നിനക്കും നിൻ്റെ വീട്ടുകാർക്കും സാധിക്കുമോ? എനിക്കത് മതി. 5 കൊല്ലം മരുഭൂമിയിൽ. ഞാൻ പറഞ്ഞതിനൊന്നും ഒരു വിലയുമില്ല. ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടക്കില്ല. കാരണം നല്ല ഉദ്ദേശങ്ങളാണല്ലോ എൻ്റേത്. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പോകുന്നില്ലാന്ന് തീരുമാനിക്കുക. ഓരോരുത്തരും അവനവന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. മനുഷ്യന് പ്രായോഗിക ബുദ്ധി വേണം. നീ നിനക്ക് വേണ്ടി ജീവിക്കണം. കുടുംബത്തിന് വേണ്ടി നീ നിന്റെ യുവത്വം പാഴാക്കിയാൽ കുടുംബം നിനക്ക് വേണ്ടി ജീവിക്കുകയില്ല. വിമല മിണ്ടാതെ നിന്നു. പിരിയാൻ നേരം ഗോപികൃഷ്ണൻ പറഞ്ഞു, ഗൾഫിന് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ തന്നെ ഗ്യാരണ്ടിയും പിൻവലിക്കുകയാണ്. വിമല ധർമ്മസങ്കടത്തിലായി. അമ്മാമ്മയോട് വിവരം പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾ വിചാരിച്ചു. അമ്മാമ്മ വീട്ടിൽ വിവരം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലെല്ലാവർക്കും വലിയ താല്പര്യം. അച്ഛനും അമ്മയ്ക്കുമാണ് ഏറ്റവും ഉത്സാഹം. വീടും പറമ്പും തീരെഴുതിയിട്ടാണെങ്കിൽ പോലും താൻ ഗൾഫിൽ പോകണമെന്നാണ് അവരുടെ നിശ്ചയം. അതേക്കുറിച്ചുള്ള ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ. ഏതാനും ദിവസത്തെ ആത്മസംഘർഷത്തിന് ശേഷം വിമല സുഷ്മയ്ക്ക് എഴുതി, നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി ഗൾഫിൽ ഓഫർ ചെയ്ത ജോലി സ്വീകരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അതാണ് എൻ്റെ സാഹചര്യം. ജോലി തരപ്പെടാൻ നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാവണം. മാപ്പ്. കത്തയച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. സുഷ്മയുടെ മറുപടി കണ്ടില്ല. ഏതാനും ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഒരു ദിവസം സുഷമ വീട്ടിലെത്തി. വിമലയ്ക്ക് അമ്പരപ്പായിരുന്നു. ഓർക്കാപ്പുറത്തൊരു സന്ദർശനം. വീട്ടിലുള്ളവരെല്ലാം വിവരമറിയിക്കാൻ ചുറ്റും കൂടി. നീ എന്താ അങ്ങനെ കത്തെഴുതിയത്? ജോലി വേണ്ടെന്ന്? അത് വിമല വിക്കി. ഇവൾ ജോലി വേണ്ടെന്ന് എഴുതിയോ? മാധവിയമ്മ അന്താളിച്ചു. നേരാണോ മോളെ? ഗംഗാധരൻ്റെ കണ്ണുകളിലും അമ്പരപ്പ്. അപ്പോൾ വീട്ടിലറിഞ്ഞോണ്ടല്ലേ എഴുതിയത്? ഞാനോർത്തു നിങ്ങളൊക്കെ കൂടി എതിർത്തിട്ടാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്, സുഷ്മ പറഞ്ഞു. ഞങ്ങൾ എതിർക്കാനോ? സുഷ്മ ജോലിക്കാര്യം പറഞ്ഞ് കത്തയച്ച ശേഷം ഭൂമി വിൽക്കാൻ ഓടി നടക്കുകയാണ് ഞാൻ, 10,000 രൂപയുണ്ടാക്കാൻ. അതെന്താടി നീ ജോലി വേണ്ടെന്ന് എഴുതിയത്? മാധവിയമ്മ കുറ്റപ്പെടുത്തും വിധം ചോദിച്ചു. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട്. ഞാൻ ഈ വീടും നാടും വിട്ട് എങ്ങോട്ടും പോണില്ല, വിമല തീർത്തു പറഞ്ഞു. ദേ, വെറുതെ പ്രശ്നമുണ്ടാക്കരുത്, സുഷ്മ താക്കീതെന്നോണം പറഞ്ഞു. ചേട്ടൻ വന്നിട്ടുണ്ട്. വന്നയുടൻ എന്നോട് ചോദിച്ചത് വിമല പോകാൻ ഒരുങ്ങിയോ എന്നാണ്. വിസയൊക്കെ റെഡിയാവും. ജോലി സംഘടിപ്പിക്കാൻ ചേട്ടൻ പെട്ട പാടിനെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. നിനക്ക് വേണ്ടി ആയതുകൊണ്ടാ അത് ചെയ്തത്. അതും ഞാൻ പറഞ്ഞതുകൊണ്ട്. നിന്റെ കത്തിൻ്റെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നീ പോകുന്നില്ലെന്നെങ്ങാൻ ചേട്ടൻ അറിഞ്ഞാൽ പിന്നെ എനിക്കവിടെ കിടന്നു പൊറുക്കണ്ട. എന്താടി നിനക്ക് പോയാൽ? മാധവിയമ്മ ചോദിച്ചു. എന്തിൻ്റെ കേടാ നിനക്ക്? ദൈവം കൊണ്ടുതന്ന നിധിയാണെന്ന് വിചാരിച്ചോ ഇത്? ജീവിതത്തിൽ ഇനി ഇതുപോലൊരു അവസരം കിട്ടുകയില്ല. അതാണോ നീ നിസാരമട്ടിൽ തട്ടിക്കളയുന്നത്? എനിക്ക് ആ ജോലി വേണ്ട, അത്രയുള്ളൂ കാര്യം. എൻ്റെ ഈശ്വര, ഇവൾക്ക് എന്നാ പറ്റി? പൈത്യം പിടിച്ചോ? കുടുംബം രക്ഷപ്പെടാൻ ദൈവം ഓരോരോ വഴി കാണിച്ചു തരുമ്പോൾ ഇവിടെ ഒരുത്തി അതടച്ചു കളയുന്നു. വിമല ശുണ്ടി പിടിച്ച് എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോയി. നിന്റെ ആങ്ങളെ എവിടെ മോളെ? അമ്മ ചോദിക്കുന്നു. സുഷ്മയോടാണ്. മുറിയിൽ കിടന്നാൽ കേൾക്കാം. വീട്ടിലുണ്ട്. എത്രയും വേഗം പാസ്പോർട്ട് തയ്യാറാക്കണം. അതിനല്ലേ ഞാൻ ഓടി വന്നത്. ഒട്ടും സമയം കളയാനില്ല. നിങ്ങളെല്ലാം കൂടി അവളെ നിർബന്ധിക്കണം.
9,000 രൂപ ചെന്നു ചേരുമ്പോഴത്തെ ശമ്പളമാ. ഒരു കൊല്ലം കഴിഞ്ഞാൽ 3,000 കൂട്ടിക്കിട്ടും. ചേട്ടൻ ഉറപ്പ് പറഞ്ഞ കാര്യമായത്. അവളെക്കൊണ്ട് സമ്മതിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അച്ഛൻ പറയുന്നു. എനിക്കെങ്ങാനും ഇതുപോലൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. വിശ്വേട്ടൻ്റെ വിലാപം. അല്പം കഴിഞ്ഞപ്പോൾ സുഷമ മുറിയിലേക്ക് വന്നു. അവളോട് അനിഷ്ടമാണ് തോന്നിയത്. തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് അവൾ എന്തിനു നിർബന്ധിക്കുന്നു? 12,000 രൂപ ശമ്പളം കിട്ടുമെങ്കിൽ അവളേക്ക് എന്തുകൊണ്ട് ഗൾഫിൽ പോയിക്കുന്നില്ല? ഈ ജോലി അവൾക്ക് സ്വീകാര്യമാക്കാമല്ലോ. അതവൾക്ക് വേണ്ട. അവനവൻ്റെ നാട്ടിൽ സുഖിച്ച് ജീവിക്കണം. അന്യനാട്ടിൽ ചെന്ന് അലയാൻ മടി. അതുപോലെയല്ലേ താനും? കൊച്ചേ, നീ എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെക്കുന്നത്? സുഷമ അരികത്ത് വന്നിരുന്ന് ചോദിച്ചു. ഞാനിത് തിരിച്ചു ചോദിക്കട്ടെ. നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസരം ഉപയോഗിക്കാത്തത്? എൻ്റെ വീട്ടുകാർ കഷ്ടപ്പെടുന്നില്ല. എൻ്റെ ആങ്ങള ധാരാളം സമ്പാദിക്കുന്നുണ്ട്. എനിക്കിവിടെ സുഖമായി ജീവിക്കാൻ വകയുള്ളപ്പോൾ ഞാൻ എന്തിന് അന്യനാട്ടിൽ ചെന്ന് ജോലി ചെയ്യണം? അതുപോലെയാണോ നിൻ്റെ കാര്യം? എനിക്ക് പോകാൻ ഒക്കില്ല സുഷമേ. എന്താ കാര്യം? എന്നോട് പറ. ഗോപികൃഷ്ണൻ ഇഷ്ടമല്ല. ചുറ്റും നോക്കിയിട്ട് അടക്കിയ സ്വരത്തിൽ അവൾ തുടർന്നു. ഗോപികൃഷ്ണൻ്റെ ലൈൻ വേറൊന്നാണ്. ഞാൻ പ്രൈവറ്റായെങ്കിലും പഠിച്ച് ഡിഗ്രി എടുക്കണം, PGക്ക് പോകണം, B.Ed എടുക്കണം. ഓഹോ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞല്ലാതെ അയാൾ തന്നെ കെട്ടുകയില്ലല്ലോ? ഉവ്വോ, ഇല്ല. അതായത് നീ ഇനിയും 6 കൊല്ലമെങ്കിലും കാത്തിരിക്കണം. വേണം. 6 കൊല്ലം കഴിഞ്ഞാൽ അയാൾ നിന്നെ കെട്ടുമെന്ന് എന്താ ഉറപ്പ്? വിശ്വാസം. കേവലം പ്രേമം മാത്രം ട്രസ്റ്റായി വെച്ച് 6 കൊല്ലത്തിനപ്പുറത്ത് വരെ ഒരാളെ വാക്കിലുറച്ച് വിശ്വസിക്കുന്ന നിന്നെ വിഡ്ഢിയെന്നല്ലാതെ എന്താ വിളിക്കുക? നീ അയാളുടെ ഭാര്യയാണെങ്കിൽ പോലും 6 കൊല്ലം വരെ അയാൾ നിന്റെ ഭർത്താവായി തുടരുമെന്ന് ഉറപ്പ് പറയാൻ ഒക്കുമോ? മനുഷ്യരെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് വിമലേ. 6 കൊല്ലത്തിനപ്പുറത്ത് നിന്റെ കൂടപ്പിറപ്പുകൾ പോലും തുണയാൻ നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. അതാണ് കാലം. ഗോപികൃഷ്ണനെ എനിക്ക് വിശ്വാസമാ. ശരി, അയാൾ ആശിക്കുന്നത് പോലെ നിനക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തേണ്ട സാഹചര്യമുണ്ടായാൽ അയാൾ ആ നിലയിലും നിന്നെ സ്വീകരിക്കുമോ? അതെനിക്കറിയില്ല. ചുരുക്കത്തിൽ കാര്യം ഇതാണ്. അയാൾക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ സൗന്ദര്യവും സ്വഭാവവും. പക്ഷേ നീ അയാൾക്ക് ചേരില്ല. ചേരണമെങ്കിൽ വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമാകണം. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ അയാൾക്ക് വേണ്ട. അയാൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അയാളുടെ ഉപയോഗത്തിന് മാത്രമായിട്ട് നിന്നെ കിട്ടണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വിഷമിക്കുകയുള്ളൂ. വിമലേ, ഇപ്പോഴത്തെ നിന്റെ ആ സാഹചര്യം അനുസരിച്ച് ഗോപികൃഷ്ണൻ ആഗ്രഹിക്കുന്നതായി തീരാൻ നിനക്ക് സാധ്യമല്ല. അയാൾ നിന്നെ തഴഞ്ഞുകളയും. ഒറ്റ വാക്കിൽ വിശ്വസിച്ച് നീ ജീവിതം ഹോമിക്കരുത്. ഒടുവിൽ ഗോപികൃഷ്ണനും നിനക്ക് തുണയില്ലാതാകും. കൈവന്ന സുവർണാവസരവും ഇല്ലാതെയാകും. അതേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ 6 കൊല്ലം കഴിയുമ്പോഴും അയാൾ നിന്നെ കാത്തിരിക്കും. അതിനകം നല്ലൊരു സമ്പാദ്യവുമായി നിനക്ക് ഗൾഫിൽ നിന്നും മടങ്ങാം. പിന്നെ വേണമെങ്കിൽ പ്രൈവറ്റായി പഠിക്കുകയും ചെയ്യാം. നിന്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. വിമല വിഷമസന്ധിയിലായി. ഗോപികൃഷ്ണൻ്റെ ഒരു വാക്കിൽ വിശ്വാസമർപ്പിച്ച് കൈവന്ന സൗഭാഗ്യം തട്ടിക്കളയുന്നത് മടയത്തരമാണ്. അയാൾക്ക് വാക്കുമാറ്റാൻ ഒരു നിസ്സാര കാരണം മതിയാകും. 6 വർഷത്തിനുള്ളിൽ അത്തരമൊരു കാരണം ഉണ്ടായെന്നുമിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? സുഷ്മ പോയി കഴിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അവളുടെ ചുറ്റും കൂടി. അമ്മയും അച്ഛനും വിശ്വനും ശകാരം തുടങ്ങി. ഒടുവിൽ അത് അപേക്ഷയായി. എൻ്റെ പൊന്നു മോളല്ലേ, നിന്നെയല്ലേ ഇത്രയും പഠിപ്പിച്ചുള്ളൂ. അച്ഛൻ പഠിപ്പിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു ഭാഗ്യം വന്നത്. അത് തട്ടിക്കളയാമോ? കുടുംബത്തെ രക്ഷിക്കാൻ നീയല്ലാതെ ആരുണ്ട്? നീ മനസ്സ് വെച്ചാൽ ഈ പാവപ്പെട്ട അച്ഛൻ്റെ കടങ്ങൾ വീട്ടാം. കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കാം. തറവാടിന് നഷ്ടപ്പെട്ട അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കാം. എൻ്റെ മോൾ ഇങ്ങനെയൊരു ത്യാഗം ചെയ്യ്. നമുക്കെല്ലാം ഐശ്വര്യമുണ്ടാകുന്ന കാര്യമല്ലേ. ഒടുവിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിമല അമ്മാവനെ സമീപിച്ചു. അയാൾ പറഞ്ഞു, മോൾ പോകുന്നതാ നല്ലത്. വീണു കിട്ടിയ ഭാഗ്യമാ, കളയരുത്. ഇങ്ങനൊരു ചാൻസിന് എത്ര പേർ കൊതിക്കുന്നു. പണവുമായി പരക്കം പാഞ്ഞു നടക്കുന്നു. കുടുംബം രക്ഷപ്പെടും മോളെ. അത് നിസ്സാരമാണോ? അമ്മാമ്മ കൂടി തുണയില്ലെന്നറിയേ വിമല ദുർബലയായി. അവളുടെ മനഃശാന്തി നഷ്ടപ്പെട്ടു. ഗോപികൃഷ്ണനോട് എന്തു പറയും? രാത്രിയുടെ ഏകാന്തതയിൽ അവൾ കണ്ണീരോടെ വിലപിച്ചു. അധ്യായം 9. കുടുംബത്തിനു വേണ്ടി ഒരു ത്യാഗം. ഇരുളിൽ പകച്ചു കിടക്കവേ വിമല ഓർത്തു. രാത്രിയുടെ അപാരതയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ ഉയരുന്നു. എവിടെയോ കോഴി കൂവുന്നു, നായ കുരയ്ക്കുന്നു. മനുഷ്യരെല്ലാം സുഷുപ്തിയിലും. അപ്പോൾ ഇതാണ് വിധി. സ്വാർത്ഥതയേക്കാൾ കടമയെ വരിക്കുക. അല്ലെങ്കിൽ പിന്നീട് എക്കാലത്തും താൻ വിമർശിക്കപ്പെടും. നന്ദി കെട്ടവളെന്ന് മുദ്ര കുത്തപ്പെടും. കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു സുവർണാവസരം പാഴാക്കിക്കളഞ്ഞവൾ. അച്ഛനും അമ്മയും ഊട്ടിയ ചോറിന് കൂറു കാണിക്കാത്തവൾ. കൂടപ്പിറപ്പുകളോട് തരിമ്പും സ്നേഹമില്ലാത്തവൾ. സ്വാർത്ഥമതി. വാസ്തവത്തിൽ സ്വാർത്ഥത തന്നെ.
തനിക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം തനിക്ക് മാത്രം സുഖമായ ഒരു ജീവിതം നയിക്കണം എന്ന സ്വാർത്ഥത. ഗോപികൃഷ്ണനുമായുള്ള സ്നേഹബന്ധമില്ലായിരുന്നെങ്കിൽ എത്രയോ മുമ്പേ നാടുവിടാൻ സമ്മതം മൂളിയേനെ. കുടുംബത്തെ കഷ്ടതകളിൽ നിന്ന് കരകയറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ അത് കേവലം ഒരു പ്രേമബന്ധത്തെ കരുതി തള്ളിക്കളയുന്നത് കടുത്ത സ്വാർത്ഥത തന്നെ. നീ വിധിക്ക് വഴങ്ങുക, മനസാക്ഷിയുടെ ശക്തമായ മന്ത്രണം. നഷ്ടപ്പെടുന്നത് ഹൃദയമാണെന്നിരിക്കലും. തൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷത്തെ, സ്നേഹബന്ധത്തെ കുഴിച്ചുമൂടുക ഗോപികൃഷ്ണനെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അയാൾ നടന്നകലുന്നതും കാണാമെന്ന് തോന്നി. ചക്രവാളത്തിൽ ചെന്നുമുട്ടുന്ന വിജനമായ ഒറ്റപ്പാതയിലൂടെ തിരിഞ്ഞു നോക്കാതെ നിൽക്കാതെ ഒന്നുറക്കെ വിളിക്കാൻ അവൾ വെമ്പൽ കൊണ്ടു. തിരിച്ചു വരൂ, ഞാൻ ഇവിടെയാണ്, ഇവിടെ തനിച്ച്. അറിയാതെ ഇരുട്ടിലേക്ക് കൈ ഉയർത്തി. എന്നെ ഉപേക്ഷിച്ചു പോകരുതേ. നിനക്ക് തന്ന ഗ്യാരണ്ടി ഞാൻ പിൻവലിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഗ്യാരണ്ടിയായിരുന്നു അത്. ഇരുട്ടിൽ വീണ പ്രകാശരശ്മിയായിരുന്നു. സർവോപരി ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയും ഒരേ ഒരു ലക്ഷ്യവുമായിരുന്നു. അതവസാനിച്ചു. ഇന്നത് സംബന്ധിച്ച് യാതൊന്നുമില്ല. അയാൾ വീണ്ടും നടക്കുകയാണ്, തിരിഞ്ഞു നോക്കാതെ നിൽക്കാതെ. വിജനമായ ഒറ്റയടിപ്പാതയിലൂടെ തനിയെ ദൂരങ്ങൾ പിന്തള്ളി. വിമല ഏങ്ങലടിച്ചു കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവൾ സുഷ്മയുടെ വീട്ടിൽ പോയി. സുഷ്മ സന്തോഷത്തോടെ ഓടി വന്നു. നിന്റെ ചിന്താക്കുഴപ്പങ്ങളെല്ലാം തീർന്നുവെന്ന് കരുതട്ടെ. മിടുക്കി. ഞാൻ ഇന്നലെ ചേട്ടനോട് സംശയം പറഞ്ഞു. അപ്പോൾ മുതൽ ചേട്ടൻ ശുണ്ഠി പിടിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരും മുറിയിൽ കയറി. പെട്ടെന്ന് തയ്യാറെടുപ്പുകൾ നടത്തണം. നീ വിഷമിക്കേണ്ടടി. ഗോപികൃഷ്ണന് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ അവൾ കാത്തിരിക്കും. സ്നേഹം കൊണ്ട് മാത്രമാണോ മനുഷ്യൻ ജീവിക്കുന്നത്? ആണെങ്കിൽ എനിക്ക് പോകേണ്ടി വരില്ലായിരുന്നല്ലോ. സ്നേഹം ഒരു കാരണം മാത്രം. എനിക്ക് അയാളിൽ വിശ്വാസമില്ല. 6 കൊല്ലം കാത്തിരിക്കാൻ പറയുന്നു തന്നെ പന്തികേട്. എന്താ പന്തികേട്? നാളെ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഹോട്ടൽ മുറിയിൽ വിളിച്ചു കൊണ്ടു പോകുന്നവനാണെങ്കിൽ ഒരു പന്തികേടുമില്ല അല്ലേ? ഗോപികൃഷ്ണനെ കിട്ടാൻ എന്ത് യോഗ്യത എനിക്ക്? 1000-ൽ-1. അയാൾക്ക് പണവും പ്രതാപവുമുള്ള കുടുംബത്തിൽ നിന്ന് സുന്ദരിയായ ഒരു ഉദ്യോഗസ്ഥയെ വേൾക്കാം. അത് വേണ്ടെന്ന് വെച്ച് 6 വർഷം കാത്തിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. നീ പഠിക്കണമെന്ന് ശഠിക്കുന്നതോ? ഒരു പാഴിനെ കൊണ്ട് അയാൾക്കൊരു ഉപയോഗവുമില്ലാത്തതുകൊണ്ട്. പോകട്ടെ, ഞാൻ തർക്കിക്കുന്നില്ല. അതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ദുഃഖം ചുമലിൽ വീണു കഴിഞ്ഞല്ലോ. ഇനി വലിക്കുക. ഭാരവണ്ടി ചെറുതൊന്നുമല്ല. നിനക്കെന്നോടായിരിക്കും ദേഷ്യം. ഞാനല്ലേ പ്രപ്പോസൽ കൊണ്ടുവന്നത്. നിന്നോടെനിക്ക് നീരസം തോന്നിയിട്ടുണ്ട്. പക്ഷേ നീ കുറ്റക്കാരിയല്ലല്ലോ. സതുദ്ദേശമല്ലേ നിനക്കുള്ളൂ. നിങ്ങളുടെ കുടുംബസ്ഥിതി കണ്ട് വിഷമം തോന്നിയിട്ടാണ് ഞാൻ. എനിക്കറിയാം. കാപ്പി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജൻ ബാബുവിനെ കണ്ടു. ഹലോ വിമല നായർ. അയാൾ ഔപചാരികമായി അഭിവാദനം ചെയ്തു. വിമല എന്ത് തീരുമാനിച്ചു? സുഷ്മ വന്ന് സംശയം പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് സ്വസ്ഥതയില്ല. വിമലയ്ക്ക് ജോലി നേടിത്തരാൻ ഞാൻ നടത്തിയ ശ്രമമൊക്കെ പാഴായി തീരുമോ എന്നോർത്തിട്ട് ആകെ ഒരു വിഷമം. ഞാനും സുഷ്മയും കൂടി ഇന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഏയ്, പാഴായി പോയിട്ടില്ല, വിമല പറഞ്ഞു. പിന്നെയോ ഇടയ്ക്കൊരു സന്ദേഹം വന്നത്? മനുഷ്യൻ്റെ മനസ്സല്ലേ. ഒരു ചാട്ടം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 ചാട്ടം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ എന്ന സന്ദേഹം. എന്തുകൊണ്ടോ രാജൻ ബാബുവിൻ്റെ മുഖം തെല്ലിവിളറി. വിമലയ്ക്ക് വല്ല സംശയം തോന്നിയിട്ടാണോ പറഞ്ഞതെന്ന് പരിഭ്രാന്തി. കള്ളനല്ലേ അവൻ്റെ ചുവടറിയൂ. എടി പെണ്ണേ, 1 അല്ല 4 ചാട്ടം ചാടിയാലും തിരിച്ചിങ്ങോട്ട് പോരാനൊക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് വിമലയ്ക്ക് വേണ്ടി ഒരു സുഷ്മ പറഞ്ഞു. സംസാരിക്കുന്നതിനിടെ അയാൾ കള്ളക്കണ്ണാൽ വിമലയെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കരിമിഴികളുടെ ചടുലത, കവളിണകളുടെ ഓമനത്വം, ചുണ്ടുകളുടെ ചുവപ്പ്, അത്യാകർഷമായ ഭാവചലനങ്ങൾ എല്ലാം അയാളിൽ ലഹരി ഉണർത്തിക്കൊണ്ടിരുന്നു. കോരിക്കുടിക്കുന്ന ആ നോട്ടവുമായി ഇടഞ്ഞപ്പോഴെല്ലാം വിമലയിൽ പരിഭ്രമം ഉണർന്നു. ഉച്ചയ്ക്ക് മുമ്പ് വിമല തിരിച്ചു വന്നു. വിമല ഗൾഫിലേക്ക് പുറപ്പെടാൻ ഒരുക്കമാണെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ അതിരറ്റ ആഹ്ലാദം. തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. വീടും പുരയിടവും ഭൂപണയ ബാങ്കിൽ ഈടുവെച്ച് പണമുണ്ടാക്കാമെന്ന് തീരുമാനമായി. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു. അത് എന്ന് കിട്ടുമെന്ന് ഉറപ്പുവരുത്തി. കല്ലൂരെ പുഷ്പമ്മ ഒരു ദിവസം വിമലയെ കാണാൻ വന്നു. വിമലയുടെ അയൽപക്കമാണെങ്കിലും കല്ലൂർ വീട്ടുകാരുമായി അധികം സമ്പർക്കമില്ലായിരുന്നു. കല്ലൂർ തറവാട്ടുകാർ കഴിഞ്ഞുകൂടാൻ നിവൃത്തിയുള്ളവരാണ്. വിമല ഗൾഫിലേക്ക് പോകുന്നുവെന്ന് കേട്ട് വന്നതാണ് പുഷ്പമ്മ. ഭർത്താവും കുട്ടികളുമുള്ള സ്ത്രീ. എവിടെയാ ജോലി കിട്ടിയേക്കണത്? അബുദാബിയിലാ, വിമല പറഞ്ഞു. ഉവ്വോ, എൻ്റെ ചേച്ചി അവിടെയാ ജോലി ചെയ്യുന്നത്. പുഷ്പമ്മയും 2 വർഷം ഗൾഫിൽ ജോലി നോക്കിയിരുന്നു. അതിനിടയിൽ വിവാഹം കഴിഞ്ഞു. അതോടെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. എനിക്ക് അവിടെ നല്ല പരിചയമാ. വിമലയ്ക്ക് ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്? ഒരു നേഴ്സിംഗ് ഹോമിലാണെന്നാ പറഞ്ഞത്.
ആരാ വിമലയെ കൊണ്ടുപോകുന്നത്? വിമല കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ കുഴപ്പമില്ല. എല്ലാം കേട്ടുകഴിഞ്ഞ് പുഷ്പമ്മ പറഞ്ഞു. പക്ഷെ ഒരു കരുതൽ വേണം. മലയാളിക്ക് ഇവിടെ കാണുന്ന മുഖമല്ല അവിടെയുള്ളത്. നാട് വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ മുഖം മാറും, മനസ്സും മാറും. ജോലിക്കെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ബോംബെയിൽ വിറ്റ പലരെയും എനിക്കറിയാം. ഗൾഫിൽ കൊണ്ടുചെന്ന് അറബികൾക്ക് വിൽക്കുന്നവരുമുണ്ട്. എന്ന് വെച്ച് എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് പോകാനൊക്കുമില്ല. കര പറ്റുമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് കയത്തിലേക്ക് ഒറ്റ ചാട്ടം. അതേ നിവൃത്തിയുള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ കര പറ്റും, ഇല്ലെങ്കിൽ മുങ്ങിത്താഴും. ഗൾഫിലെ ചേച്ചിയുടെ അഡ്രസ്സ് എനിക്ക് തരാമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവരുടെ സഹായം തേടാമല്ലോ. അഡ്രസ്സൊക്കെ തരാം. വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ ഉടനെ തന്നെ എഴുതുകയും ചെയ്യാം. ശരി. നല്ല സ്ഥലം അബുദാബി. കൊണ്ടുപോകുന്നവർ ചതിക്കയില്ലെങ്കിൽ ഒന്നും പേടിക്കാനില്ല. പുഷ്പമ്മ പോയി. വിമലയ്ക്ക് ആദ്യം അവരെക്കുറിച്ച് നീരസമാണ് തോന്നിയത്. ഇത്രയും കാലം വഴിയിൽ വെച്ച് മുഖാമുഖം കണ്ടാൽ മിണ്ടാത്ത സ്ത്രീ ഇപ്പോൾ ക്ഷേമാന്വേഷണത്തിന് വന്നിരിക്കുന്നു. മനുഷ്യന് രക്ഷപ്പെടാൻ വഴി തെളിയുമ്പോൾ പുതിയ ചങ്ങാത്തക്കാരും ഉണ്ടാകും. അവരുടെ ചേച്ചിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നീരസം മാറി. നാട്ടുകാരിലൊരാൾ അവിടെയുണ്ടല്ലോ. നേരിട്ട് കാണുകയോ സൗഹൃദം സ്ഥാപിക്കുകയോ വേണ്ട. എന്നാലും ഒരാളുണ്ടെന്ന് അറിയുന്നത് തന്നെ ആശ്വാസം. വിമല ഗോപികൃഷ്ണനെ ഒരിക്കൽ കൂടി കണ്ടു, സ്റ്റേഡിയത്തിൽ വെച്ച്. എന്തിനാ വരണമെന്ന് പറഞ്ഞത്? ഗോപികൃഷ്ണൻ നിസ്സംഗതയോടെ ചോദിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. ഗോപികൃഷ്ണൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ദുഃഖം പിടയുന്ന മിഴികൾ. വേദനയോടും നിരാശയോടും കൂടി അയാൾ നോട്ടം പിൻവലിച്ചു. ഞാൻ പോകുന്നു. അയാൾ പിറുപിറുത്തു. ഒന്നും പറയാനില്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ബൈ. അയാൾ നടന്നു കഴിഞ്ഞു. കത്തുന്ന വെയിലിലൂടെ വിജനമായ മൈതാന മധ്യത്തിലൂടെ അയാൾ കുനിഞ്ഞ ശിരസോടെ പോകുന്നത് അവൾ നോക്കി നിന്നു. ഗ്യാലറികൾക്കിടയിലുള്ള വിടവിലൂടെ അയാൾ അപ്രതീക്ഷനായി. വിമലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കത്തുന്ന ചൂടിൽ ആ നീർത്തുള്ളികൾ ആവിയായി. പിടയുന്ന മനസ്സിനെ ചവിട്ടി അമർത്തിക്കൊണ്ട് അവൾ നടന്നു. മനസ്സ് മുറിഞ്ഞ് ചോര വാർന്നു. മുറിവുകളിൽ നിന്ന് വേദന കിനിഞ്ഞിറങ്ങി. എല്ലാം അവസാനിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഒരു സ്നേഹബന്ധം, ഒരു കുന്നു സ്വപ്നങ്ങൾ, ജീവിതം പോലും. ശരീരം തളരും പോലെ തോന്നി. കാലുകൾ കുഴഞ്ഞു പോകുന്നു. ഗ്യാലറിയിൽ കയറിയിരുന്നു. കളിക്കളം ശൂന്യം. എതിരാളികളും മത്സരങ്ങളുമില്ല. ഓർമ്മകൾ പിടയുന്ന കഴുമരം പോലെ അവിടെയുടെ തൂണുകൾ മാത്രം. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ വിജനമായ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ മനസ്സിലെ മത്സരങ്ങളുടെ കാഴ്ചക്കാരിയായി അവൾ വളരെ നേരം ഇരിക്കുകയുണ്ടായി. അധ്യായം 10. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നാളെ പുറപ്പെടുകയാണ്. വിമല ബന്ധുവീടുകളിലെല്ലാം ചെന്ന് യാത്ര പറഞ്ഞു. ഏറ്റവും ഒടുവിൽ അമ്മാമ്മയോടും. അച്ചുനായർ നിറകണ്ണുകളോടെ അവൾക്ക് ആശംസ നേർന്നു. മോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. നിനക്ക് ഈശ്വരൻ നല്ലതേ വരുത്തൂ. എവിടെയായാലും നിനക്ക് ഐശ്വര്യമുണ്ടാവും. നീ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊരു മനസ്സേ നിനക്കില്ല. നിന്റെ ഏറ്റവും വലിയ ധനം അതാണ്. അതിനൊരിക്കലും മാറ്റം വരരുത്. കഷ്ടപ്പെടുന്ന കുടുംബത്തെ രക്ഷിക്കാനാണ് നീ കടമെടുത്ത് കടൽ കടന്നു പോകുന്നത്. കുടുംബത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി സ്വന്തം സൗഖ്യം ഉപേക്ഷിക്കുന്നത് മഹാത്യാഗമാ മോളെ. ഈശ്വരൻ അതിന് നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലം തരും. ശ്രീരഞ്ജനിയോട് യാത്ര പറഞ്ഞവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ പായ്ക്കപ്പ് തുടങ്ങുകയാണ്. ഇടിച്ചതും പൊടിച്ചതും ഉണങ്ങിയതും ഉപ്പിലിട്ടതുമൊക്കെയായി അമ്മ എന്തൊക്കെയോ ഭരണികളിലും പൊളിത്തീൻ കവറുകളുമാക്കുന്നു. സാധനങ്ങൾ വയ്ക്കാനുള്ള വലിയ തുകൽപ്പെട്ടി നിറഞ്ഞു കഴിഞ്ഞു. വൈകുന്നേരം കല്ലൂരെ പുഷ്പമ്മ കാണാനെത്തി. കയ്യിൽ ഭംഗിയായി പാക്ക് ചെയ്ത സാമാന്യം വലിയ പൊതിക്കെട്ട്. വിമല നാളെ പുറപ്പെടുകയല്ലേ? അതെ. ചേച്ചിയുടെ അഡ്രസ്സ് ചോദിച്ചിരുന്നല്ലോ. ഇതാ ഒരു തുണ്ട് കടലാസ്. വിമല അത് കൈനീട്ടി വാങ്ങി. വായിച്ചു നോക്കി. ചേച്ചിക്ക് ഞാൻ കത്തിയിട്ടുണ്ട്. വിമല വരുന്നുവെന്ന് പറഞ്ഞ് പോകുമ്പോൾ ചേച്ചിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോ. നിങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ്. ചേച്ചി എത്രയോ വർഷങ്ങളായി അബുദാബിയിലാണ്. ചേച്ചി അറിയാത്ത സ്ഥലങ്ങളും ആശുപത്രികളും കമ്പനികളും അവിടെയില്ല. വിശേഷിച്ച് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ചേച്ചിയെ സമീപിച്ചാൽ മതി. വിമല തലയാട്ടി. പുഷ്പമ്മ കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് വിമലയുടെ കയ്യിൽ കൊടുത്തു. എന്തായാലും ചേച്ചിയെ കണ്ടിട്ടല്ലേ പോവൂ. അതാണ് നല്ലതും. അപ്പോൾ ഈ പൊതി ചേച്ചിയെ ഏൽപ്പിച്ചേക്കുക. വിമലയ്ക്ക് ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? അപ്പോൾ ഇതാണ് പുതിയ ലോഹ്യം കൂടലിന് കാരണം. തൻ്റെ കൈവശം അവളുടെ ചേച്ചിക്ക് സാധനം എത്തിച്ചു കൊടുക്കണം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വിമല പറഞ്ഞു. എന്നാൽ എന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാത്തതൊക്കെയല്ലേ അയാൾക്കല്ലേ എല്ലാം അറിയൂ. വിമല നിർബന്ധിച്ചാൽ മതി. വിലപ്പെട്ട സാധനമാണെന്ന് പറയുക. അത്യാവശ്യമാണെന്നും പറയണം. അയാൾ സമ്മതിക്കാതിരിക്കില്ല. വെറും അരമണിക്കൂർ നേരം മതി. അയാൾക്ക് അവിടെല്ലാം നല്ല പരിചയം കാണും. വിമല തലയാട്ടി.
പിറ്റേന്ന് കാലത്ത് വിമല പുറപ്പെടാനൊരുങ്ങി. യാത്ര പറയാൻ നേരം അമ്മയും അനുജത്തിമാരും കരഞ്ഞു. എൻ്റെ മോളെ, നിന്നെ ഒറ്റയ്ക്ക് കടലിനക്കരെ അയച്ചേച്ചും ഞങ്ങളങ്ങനെ സമാധാനമായിട്ട് കഴിയും മോളെ. എൻ്റെ ഈശ്വര, എൻ്റെ മോളെ പിരിഞ്ഞിരിക്കേണ്ട ഗതികേട് വന്നല്ലോ. മാധവി അമ്മ കണ്ണീരോടെ വിലപിച്ചു. വിമലയ്ക്ക് ശുണ്ഠിയാണ് വന്നത്. തൻ്റെ സ്വപ്നം തല്ലിയുടച്ച് തന്നെ മരുഭൂമിയിലേക്ക് തള്ളിയിട്ട് മനഃപൂർവ്വം വിലപിക്കുന്നു. അനുജത്തിമാരും കരഞ്ഞു. ചേച്ചി ഞങ്ങൾക്കിനി എന്ന് കാണാനൊക്കും? ചേച്ചി പോകണ്ട. ചേച്ചിയില്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ. ഞാനില്ലെങ്കിലും സാരമില്ല. ജോലിക്ക് ചേർന്നാൽ എല്ലാ മാസവും കൃത്യമായി പണം അയച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറും. അച്ഛൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എൻ്റെ മോൾ നന്നായി വരും. മോൾക്ക് തിരിച്ചറിവായി. ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പറയേണ്ട കടമയുള്ളതുകൊണ്ട് പറയുക. എവിടെയാണെങ്കിലും അവനവനെ നോക്കിയും കണ്ടും ജീവിച്ചോണം. പെൺപിള്ളേരുടെ ഭാവി തകർന്നാൽ പിന്നെ നേരെയാകുകയില്ല. അങ്ങനെയാ ലോകത്തിൻ്റെ ഗതി. മോൾ ഒരു കൂട്ടുകെട്ടിനും പോകണ്ട. ഉള്ള ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്കി കഴിയുക. എല്ലാ മാസത്തിലും കത്തയക്കണം. ഇവിടെയുള്ളവർ തീ തിന്നാൻ കഴിയുന്നതെന്ന് ഓർമ്മ വേണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും കത്തിൽ അറിയിച്ചേക്കണം. മനസ്സ് തളരുമ്പോൾ ഈശ്വരവിശ്വാസത്തെ മുറുകെ പിടിക്കുക. എവിടെയായാലും ഭഗവാൻ തന്നെ തുണ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. സമയമായപ്പോഴേക്കും സുഷ്മയും അവളുടെ അച്ഛനും കൂടി വന്നു. രാജൻ ബാബു ആരെയോ കാണാൻ വേണ്ടി തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു ബന്ധുവീടുണ്ട്. തീവണ്ടി തൃശ്ശൂർ എത്തുമ്പോൾ അയാൾ കയറും. തൃശ്ശൂർ വരെ സുഷ്മയും അച്ഛനും കൂടി വിമലയെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഏർപ്പാട്. പെട്ടുകളും ഏന്തി അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ബിശ്വനും ഗംഗാധരനും അച്യുനായരും വിമലയെ യാത്ര അയക്കാൻ പോയി. റെയിൽവേ സ്റ്റേഷനിൽ 10 മിനിറ്റേ കാക്കേണ്ടി വന്നുള്ളൂ. തീവണ്ടി എത്തി. ബർത്ത് റിസർവ് ചെയ്തതിനാൽ ബുദ്ധിമുട്ടില്ല. പെട്ടികൾ വണ്ടിയിൽ കയറ്റി അടുക്കി. എല്ലാവരും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു. തിരിച്ചു വണ്ടിയിൽ കയറാൻ ഒരുങ്ങുമ്പോൾ കണ്ടു, വിളക്ക് തൂണിൽ ചാരി ഗോപികൃഷ്ണൻ നോക്കി നിൽക്കുന്നു. വിമലയ്ക്ക് നെഞ്ചുമുട്ടി. നിമിഷങ്ങൾ. വിമലയ്ക്ക് അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെന്ന് തോന്നി. അവസാനമായി ഒരു വാക്ക് പറയണം, ക്ഷമ ചോദിക്കണം. എന്തെല്ലാമോ ചിന്തകൾ കൂടിക്കുഴഞ്ഞു കടന്നുപോയി. ഗോപികൃഷ്ണൻ്റെ കണ്ണുകൾ തൻ്റെ നേർക്ക് തന്നെ. കഷ്ടിച്ച് 20 വാര ദൂരമേ ഉള്ളൂ. വണ്ടിയുടെ സൈറൻ മുഴങ്ങി. കയറൂ, സുഷ്മയുടെ അച്ഛൻ പറഞ്ഞു. വിമല ഉൾക്കിടിലത്തോടെ വണ്ടിക്കുള്ളിൽ കയറി. ചെന്ന് വിൻഡോ സീറ്റിലിരുന്നപ്പോഴേക്കും വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു. തൻ്റെ നേർക്ക് നോക്കി കൈവീശുന്ന അച്ഛനും അമ്മാമ്മയും വിശ്വേട്ടനും. അതിനുമപ്പുറത്ത് വിളക്ക് തൂണിൽ ചാരി നിർനിമേഷം നോക്കി നിൽക്കുന്ന ഗോപികൃഷ്ണൻ. ആ കാഴ്ച അകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. വിമലയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ തുളുമ്പി. എല്ലാ കാഴ്ചകളും മറഞ്ഞു. കരയാണോ നീ? സുഷ്മ സ്നേഹപൂർവ്വം ചോദിച്ചു. വിമല പെട്ടെന്ന് കണ്ണീർ തുടച്ചു. വണ്ടി വേഗം എടുത്തു കഴിഞ്ഞിരുന്നു. നാട് വിട്ടു പോവുകയാണ്. വിമല ഓർത്തു. അജ്ഞാത ദേശത്തേക്ക്, വീട്ടും വീട്ടുകാരുമില്ലാത്ത ദീഘയിലേക്ക്. എന്തൊക്കെയാണ് നേടാനുള്ളത്? അതിനുവേണ്ടി യാത്ര തുടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടത് എന്തൊക്കെ? നാട്ടിലെ ശാന്തമായ ജീവിതം. ഏറ്റവും വലിയ നഷ്ടം ഹൃദയത്തിൻ്റേതാണ്. സ്നേഹിച്ച പുരുഷനെ നഷ്ടമായി. അയാളെ ചുറ്റിപ്പറ്റി കെട്ടിപ്പൊക്കിയ സ്വപ്നമാളികളെല്ലാം നഷ്ടമായി. എല്ലാം നഷ്ടപ്പെട്ട പോലെ വ്യതിത ഹൃദയനായി വിളക്കു തൂണും ചാരിയുള്ള ആ നിൽപ്പ്, തളർന്ന നോട്ടം, നിരാശ നിറഞ്ഞ മുഖം. ആ രംഗം മറക്കാനൊക്കുമോ? ഒരിക്കലും. ജീവിതത്തിലൊരിക്കലും. വണ്ടി തൃശ്ശൂരെത്തി. രാജൻ ബാബു ആൾത്തിരക്കിനിടയിലൂടെ തിക്കി കയറി വന്നു. സുഷ്മയും അച്ഛനും ഇറങ്ങി. വെളിയിലിറങ്ങിയ ശേഷം ജനാലയ്ക്കൽ വന്നു നിന്ന് സുഷ്മ പറഞ്ഞു, പേടിക്കണ്ട മോളെ, എൻ്റെ ചേട്ടൻ്റെ കൂടെയല്ലേ ഞാൻ നിന്നെ അയക്കുന്നത്. നിനക്ക് നല്ലതേ വരൂ. വിമല ഒന്നും മിണ്ടാതെ അവളെ ഉറ്റുനോക്കി. എനിക്ക് ആശയിൽ ഒരു കത്തെഴുതണം. നിൻ്റെ മനപ്രയാസങ്ങളെല്ലാം എഴുതിക്കോ. നിൻ്റെ വിഷമങ്ങൾ ഞാൻ സൂക്ഷിക്കാം. സൈറൺ. വണ്ടി ചലിച്ചു തുടങ്ങി. രാജൻ ബാബു വിമലയുടെ അടുത്തിരുന്നു. ഇത്രയും നീണ്ട യാത്ര ആദ്യത്തേതാണല്ലേ? വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. ആദ്യമായിട്ട് നാടും വിട്ടും വീടും വിട്ടു പോവുകയല്ലേ. വിഷമം കാണും, എനിക്കറിയാം. വിമല മൗനം ഭജിച്ചു. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, കേട്ടല്ലോ. രാജൻ ബാബു ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ നാടുകൾ പിന്നോട്ട് പാഞ്ഞു പോകുന്നു. പുതിയ പുതിയ നാടുകളിലേക്ക് വണ്ടി കുതിച്ചെത്തുന്നു. ഇടയ്ക്കിടെ സ്റ്റേഷനുകൾ, എതിരെ കടന്നു പോകുന്ന വണ്ടികൾ. രാജൻ ബാബു കൃത്യസമയങ്ങളിൽ ആഹാരം വരുത്തി വിമലയ്ക്ക് കൊടുത്തു. ചായ വേണ്ടപ്പോൾ ചായ, കൂൾ ഡ്രിങ്ക്സോ തണുത്ത വെള്ളമോ വേണ്ടപ്പോൾ അത്. വണ്ടി സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അയാൾ പുറത്തുപോയി പഴങ്ങളും മറ്റും വാങ്ങിക്കൊണ്ട് വന്നു. രാത്രിയിൽ അയാൾ പറഞ്ഞു, കിടക്കുന്നതിന് മുമ്പ് വേഷം മാറിക്കോ. ജനാല ശരിക്കടച്ചേക്കണം. താഴത്തെ ബർത്തിൽ കിടന്നോ, അതാ സൗകര്യം. കിടക്കും മുമ്പ് വിമല ടോയ്ലറ്റിൽ കയറി വേഷം മാറി.
ബാഗേജ് എല്ലാം സൂക്ഷിക്കുന്നത് രാജൻ ബാബു ആണ്. പേടിക്കണ്ട, ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഓരോ ബർത്തുകളിൽ ആളുകൾ ഉറക്കം പിടിച്ചു കഴിഞ്ഞു. ഷീറ്റും വിരിച്ച് വിമലയെ ഉറങ്ങാൻ കിടന്നു. രാജൻ ബാബു മുകളിലത്തെ ബർത്തിൽ കിടന്നു. ഇടയ്ക്കിടെ അയാൾ തല തിരക്കി വിമലയെ നോക്കി. അവൾ ഒതുങ്ങിക്കൂടെ കിടക്കുന്നത് കാണാം. പാവാടയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. ആ വേഷത്തിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണെന്നേ തോന്നൂ. എന്നാലും ഒത്ത ശരീരവടവ്, അവയവപുഷ്ടി, സൗന്ദര്യം വീനസിൻ്റെ മോൾഡിൽ വാർത്തെടുത്ത പോലെ. നോക്കിക്കിടക്കവേ അയാളുടെ ഉള്ളിൽ കുമകൾ നുരഞ്ഞു. തൽക്കാലം ക്ഷമിക്കുക, കാത്തിരിക്കുക. ഈ മധുചഷകം എൻ്റേതാണ്. മതി വരുവോളം ഞാനിതിൽ നിന്ന് മുത്തിക്കുടിക്കും. ബോംബെയിലെത്തിയ ശേഷം മതി കരുനീക്കങ്ങൾ. അതുവരെയുള്ള യാത്രക്കിടയിൽ ഇവളുടെ സ്നേഹവും വിശ്വാസവും ആർജിക്കാനുള്ള ശ്രമങ്ങൾ മാത്രം. വിമല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. വണ്ടിയുടെ കുലുക്കം, കാതടപ്പിക്കുന്ന ശബ്ദം, പാലങ്ങളിൽ കയറുമ്പോൾ ഭയാനകമായ ഇരുമ്പലും മുഴക്കങ്ങളും, സ്റ്റേഷനുകളിൽ നിർത്തുമ്പോൾ ആളുകളുടെ ബഹളം. പ്രഭാതമായി. രാജൻ ബാബു ഉണർന്നു. വിമലയ്ക്ക് പല്ല് തേക്കാനും കുളിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. യാത്ര തുടരുകയാണ്. ഓരോരോ ദേശങ്ങളിലൂടെ പഴയ യാത്രികർ ഇറങ്ങിപ്പോകുന്നു. പെട്ടിയും പ്രമാണങ്ങളുമായി പുതിയവർ കടന്നു വരുന്നു. പല വേഷങ്ങൾ, പല ഭാഷകൾ. മണിക്കൂറുകൾ ഇരുട്ടായും വെളിച്ചമായും കടന്നു പോകുന്ന മണിക്കൂറുകൾ. ട്രെയിൻ ബോംബെയിലെത്തി. രാജൻ ബാബുവിൻ്റെ തൊട്ടുപിറകെ. മഹാനഗരത്തിൻ്റെ നിഗൂഢതയിലേക്ക് ഇറങ്ങുമ്പോൾ വിമലയുടെ മനസ്സിൽ ഒരു വികാരമേ ശേഷിച്ചിരുന്നുള്ളൂ: പേടി. അദ്ധ്യായം 11. രാജൻ ബാബു വിമലയെയും കൂട്ടി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ഡബിൾ റൂമാണ് എടുത്തത്. നമ്മൾ എന്തിനാ ഹോട്ടലിൽ താമസിക്കുന്നത്? വിമല പരിഭ്രമത്തോടെ ചോദിച്ചു. ഇവിടെ 4-5 ദിവസത്തെ താമസമുണ്ട്. 5 ദിവസത്തെ താമസമോ? അത്രയും വേണ്ടി വരും. എനിക്കിവിടെ ചിലരെയൊക്കെ കാണാനുണ്ട്. 2 സിംഗിൾ റൂം എടുത്താൽ മതിയായിരുന്നു. അതൊക്കെ പാഴ്ചിലവല്ലേ? പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന 2 പേർക്കിടയിൽ ഒരു ഭിത്തി എന്തിന്? വിമല പിന്നെയൊന്നും പറഞ്ഞില്ല. അവൾ മുറിയുടെ ജനാലകൾ തുറന്നിട്ടു. റൂം പോയി കിടക്കവിരികളും മറ്റും കൊണ്ടുവന്ന് വിരിച്ചിട്ട് പോയി കഴിഞ്ഞു. ഹോട്ടലിൻ്റെ 2ാമത്തെ നിലയിലാണ് മുറി. ചെറുകിട ഹോട്ടലുകളാണ്. ജനാലകൾ കൂടി നോക്കിയാൽ ദൂരെ വിശാലമായ നഗരഭാഗം. ഹോട്ടലിൻ്റെ ചുറ്റോടു ചുറ്റും നഗരം വ്യാപിച്ചു കിടക്കുന്നു. കണ്ണെത്താത്തിടത്തോളം ചക്രവാളത്തെ മറയ്ക്കുന്ന പടുകൂറ്റൻ ബഹുനില കെട്ടിടങ്ങളുടെ നിര. വിമലയ്ക്ക് ഭയം തോന്നി. അന്യയായ ഒരു ചെറുപ്പക്കാരനൊപ്പം ഒരു ഹോട്ടൽ മുറിയിൽ 5 ദിവസം താമസിക്കുക. പക്ഷേ അല്ലാതെ നിവർത്തിയില്ലല്ലോ. മുമ്പിലെ ബാൽക്കണിയിലൂടെ ഹിന്ദി സംസാരിച്ചുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അടുത്ത മുറിയിൽ നിന്നും കേൾക്കാം ഉച്ചത്തിലുള്ള ഹിന്ദി ഭാഷണം. വിമല, കുളിച്ച് വേഷം മാറിക്കോളൂ, ഞാൻ ഭക്ഷണം എത്തിക്കാൻ പറയാം. രാജൻ ബാബു പുറത്തേക്ക് പോയി. വിമല ബാത്റൂമിൽ കടന്ന് വേഷം മാറി. ടോയ്ലറ്റിന് ഒരാളോളം ഉയരത്തിൽ ഭിത്തി മാത്രമേയുള്ളൂ. 2 ചുവരുകൾ ചേരുന്ന കോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ഒരു കവാടം. അതിന് കതകില്ല. വിമല അല്പനേരം ശങ്കിച്ചു നിന്നു. എന്തായാലും കുളിക്കാതെ വയ്യ. അവൾ ടാപ്പിൽ നിന്നും വെള്ളം തുറന്നു. കുളിക്കാൻ തുടങ്ങി. രാജൻ ബാബു എത്തുമ്പോഴേക്കും കുളിച്ചു കയറാം. പക്ഷെ അതിനു മുമ്പ് അയാൾ എത്തി. വിമല കാലച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അയാൾ വാതിക്കലെത്തിയിരിക്കുന്നു. കുളി കഴിഞ്ഞില്ലേ? അവളുടെ നനത്ത മേനിയിൽ അടിമുടി നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. വിമല മുടി മുൻഭാഗത്തേക്ക് കോരിയിട്ട് മാറിടം മറച്ചു. അരക്കെട്ടിൽ നനഞ്ഞൊട്ടിയ ഈരിഴത്തോർത്ത് താഴേക്ക് വലിച്ചു പിടിച്ചു. പെട്ടെന്നാകട്ടെ, എനിക്കും കുളിക്കണം. അയാൾ വാതിക്കൽ നിന്നും മാറി. ആകെ ചൂളിപ്പോയിരുന്ന വിമല പെട്ടെന്ന് കുറേ വെള്ളം കൂടി കോരി ഒഴിച്ച് തുവർത്താൻ തുടങ്ങി. സാരി മാറി വന്നപ്പോഴേക്കും എയറർ ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലെത്തിച്ചു. വിമല ഡ്രസ് ചെയ്യുമ്പോഴേക്കും ഞാൻ കുളിക്കാം. രാജൻ ബാബു ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി. 5 മിനിറ്റിനുള്ളിൽ അയാൾ കുളി കഴിഞ്ഞെത്തി. 2 പേരും ഒന്നിച്ചിരുന്ന് കാപ്പി കുടിച്ചു. അതിനുശേഷം രാജൻ ബാബു ഡ്രസ് ചെയ്തു. നമുക്ക് നഗരമൊക്കെ ചുറ്റിക്കാണാം. വിമല ബോംബെ കണ്ടിട്ടില്ലല്ലോ. ബോംബെ എന്നല്ല, തൻ്റെ നാട്ടിലെ കൊച്ചു പട്ടണം പോലും താൻ ശരിക്കും കണ്ടിട്ടില്ല എന്ന് വിമല ഓർത്തു. 2 പേരും ഇറങ്ങി. ആദ്യം ഒരു ഓട്ടോറിക്ഷയിൽ കയറി. എവിടേക്കോ പോകുന്നു. വിമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. റോഡ് നിറഞ്ഞൊഴുകുന്ന വാഹനങ്ങൾ. റോഡിനിരുവശത്തും അമ്പരച്ചുംബികളായ ബഹുനില കെട്ടിടങ്ങൾ. വീതി കുറഞ്ഞതും കൂടിയതുമായ റോഡുകൾ, ഇടുങ്ങിയ ഗലികൾ. രാജൻ ബാബു ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയുടെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ ബസ്സിലായിരുന്നു യാത്ര. ഇടയ്ക്കിടെ ഓട്ടോറിക്ഷ വാടകയ്ക്കെടുക്കും. ഉച്ചയ്ക്കൊരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു. കുറേ സമയം നഗരത്തിൽ ചുറ്റിക്കറങ്ങിയ ശേഷം ഒരു തിയേറ്ററിൽ കയറി സിനിമ കണ്ടു. വെടിയും പടവും സെക്സും കുത്തിനിറച്ച ഒരു ഇംഗ്ലീഷ് ചിത്രം. രാത്രിയിൽ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴാണ് വിമലയ്ക്ക് ആശ്വാസമായത്. അപ്പോൾ മനസ്സിൽ മറ്റൊരു പേടി ഉദിച്ചു. അന്യനായൊരു ചെറുപ്പക്കാരനോടൊപ്പം എങ്ങനെ രാത്രി ഉറങ്ങും ഒരേ മുറിയിൽ? ഇതുവരെയുള്ള അനുഭവത്തിൽ ആൾ ഉപദ്രവകാരിയാണെന്ന് തോന്നിയില്ല.
മാന്യമായ പെരുമാറ്റമായിരുന്നുവെന്നേ പറഞ്ഞുകൂടൂ. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യൻ. ഗോപികൃഷ്ണൻ പറയാറുണ്ട്, വിമലേ, ഒരാളെയും നല്ലവനെന്നോ ചീത്തയെന്നോ അതിപരിചയം കൊണ്ട് പോലും തീർച്ചയാക്കിക്കൂടാ. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും ചരിത്രാതീത കാലത്തതിനേക്കാൾ ഭീമാകാരനായ മൃഗമുണ്ട്. മുള്ളും നഖങ്ങളും വിഷപ്പല്ലുകളുമുള്ളവൻ. ചിലർ സന്മാർഗ ചിന്ത കൊണ്ട് അതിനെ ചെങ്ങലക്കിട്ടിരിക്കുന്നു. എങ്കിലും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളിൽ ചെങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അത് പുറത്തു ചാടും. ജീവികളിൽ പ്രകൃതി അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സാമാന്യ നിയമമാണ് അതിജീവിക്കുക. വംശം നിലനിൽക്കാനുള്ള നിയമമാണത്. അതിന് 2 വഴികളേ ഉള്ളൂ: ഇര തേടുക, ഇണ ചേരുക. അതിജീവിക്കലിൻ്റെ ആ പ്രാകൃത സംസ്കാരം ഭൂമുഖത്തെ എല്ലാ ജീവികളിലും മറ്റേത് സംസ്കാരത്തെക്കാളും ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. സമുദായത്തെ ഭയന്ന് നമ്മൾ പ്രകൃതിയുടെ പ്രചോദനങ്ങളെ തളച്ചിടുന്നു, ഏറ്റവും ദുർബലമായ നാരുകൾ കൊണ്ട്. രാത്രി ഭക്ഷണം കഴിച്ചു. ഉറങ്ങാൻ നേരത്ത് രാജൻ ബാബു പറഞ്ഞു, ലൈറ്റ് അണയ്ക്കട്ടെ? വിമലയ്ക്ക് പേടിയുണ്ടോ? അവൾ മൗനമായിരുന്നു. പേടി തോന്നും, സാരമില്ല, ഞാനല്ലേ ഉള്ളത്. അയാൾ കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടന്നു. വിമലയ്ക്ക് ഉറക്കം വന്നില്ല. ചുമരിലരികത്തുള്ള കട്ടിലിൽ രാജൻ ബാബു കിടക്കുന്നത് കാണാം. അയാൾ കൂർക്കം വലിച്ചു തുടങ്ങിയിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തലച്ചോറിൽ അപകടമണി സദാ മുഴങ്ങിക്കൊണ്ടിരുന്ന പോലെ. ഇടയ്ക്കൊന്ന് മയങ്ങി. എന്തോ ചെറിയ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയും ചെയ്തു. അപ്പോഴും രാജൻ ബാബു കൂർക്കം വലിച്ചുറക്കം. വിമല കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ജനാലയിലൂടെ മഹാനഗരത്തെ നോക്കി. വൈദ്യുത വെളിച്ചത്തിൽ കുളിച്ച നഗരം. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ 1 കോടി മെഴുകുതിരികൾ കൊളുത്തിവെച്ച ശവപ്പറമ്പ് പോലെ. ആകാശത്ത് ഏതോ വിമാനത്തിൻ്റെ ഇരമ്പൽ. അകലെ തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് എഞ്ചിൻ്റെ കൂവൽ. വിമല വീണ്ടും കിടന്നു. രാവിലെ രാജൻ ബാബുവാണ് വിളിച്ചുണർത്തിയത്. 8 മണിക്ക് അയാൾ പുറത്തു പോകാനൊരുങ്ങി. വിമല വാതിലടച്ച് മുറിയിലിരുന്നോളൂ. എവിടെ പോകുന്നു? വിമലയുടെ ജോലിക്കാര്യം കൺഫേം ചെയ്യാൻ. വിമലയെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയുടെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. അപ്പോൾ ജോലിക്കാരി ഇതുവരെ തീരുമാനമായില്ലേ? അത് ഉറപ്പായി കഴിഞ്ഞു. കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് അവർ ജോലിക്കാരി എടുക്കുന്നത്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. 5 വർഷം വേണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷ വെച്ചു. അതിന്മേൽ തീരുമാനമായിട്ടില്ല. മാത്രമല്ല, വേറൊരു ചെറിയ പ്രോബ്ലം കൂടിയുണ്ട്. വിമല ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന് ഒരു കർശന നിയമമുണ്ട്. വാസ്തവത്തിൽ അതത്ര വലിയ കാര്യമൊന്നുമല്ല. അതെനിക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ. എന്താണ് പ്രോബ്ലം? വിമല അമ്പരപ്പോടെ ചോദിച്ചു. അത് ഞാൻ വന്നിട്ട് പറയാം. സാരമാക്കാനില്ലെന്ന്. ഞാനത് ശരിയാക്കിക്കോളാം. സാധ്യമല്ലെന്ന് ഞാനൊരു പിടുത്തം പിടിക്കും. അവന്മാർ വഴങ്ങാതിരിക്കുകയല്ല. കാശ് വാങ്ങിച്ചു പോയില്ലേ? ഇതിനേക്കാൾ എത്ര വലിയ നിയമങ്ങളെ മറികടന്നവനാ ഞാൻ. വിമലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാജൻ ബാബു ഇറങ്ങി. മുറി അടച്ചിരുന്നോ? ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എത്തും. അയാൾ പോയി. വിമലയ്ക്ക് ആദ്യമായി. എന്താണ് പ്രശ്നം? ഇല്ലാത്ത പണമുണ്ടാക്കി പുറപ്പെട്ടു പോകുന്നത് വെറുതെ ആകുമോ? അവസാനം ജോലി കിട്ടിയില്ലെന്ന് വരുമോ? നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യയാണ്. പ്രോബ്ലം ഉണ്ടത്രേ. കർശന നിയമമുണ്ട് പോലും. എന്ത് നിയമം? പരിഹരിക്കാൻ കഴിയുമെന്നും സാരമില്ലെന്നും പറയുന്നു. വലിയ നിയമങ്ങളെ മറികടന്നിട്ടുണ്ടത്രേ. ഒരേ പിടുത്തം പിടിച്ചാൽ അവന്മാർ വഴങ്ങുമെന്നും. എല്ലാം ഒരുമാതിരി കടങ്കഥ പോലെ. 11 മണിക്ക് വാതിക്കലിൽ മുട്ടുകേട്ടു. ആരാ? വിമല ചോദിച്ചു. ഞാൻ. കതക് തുറക്ക്. വിമല വാതിൽ തുറന്നു. വിയർത്ത് കുളിച്ച് രാജൻ ബാബു. മുഖത്ത് പാരവശ്യം. ആകെ കുഴങ്ങിയ മട്ട്. എന്തുപറ്റി? എല്ലാം കുഴഞ്ഞല്ലോ വിമലേ. അവന്മാർ തരമ്പിനടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് പറ. അവന്മാരുടെ നിയമത്തെ മറികടക്കാൻ പറ്റില്ലെന്ന്. ഞാൻ 2 മണിക്കൂർ നേരം ഇരുന്ന് പയറ്റി നോക്കി. ഒരു രക്ഷയുമില്ല. വിമലയ്ക്ക് വെപ്രാളമായി. ഇതെന്ത് കഥ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കടുംപിടുത്തം വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. ജോലി ശരിയായില്ലേ? ജോലി ശരിയായി. പിന്നെന്താ കുഴപ്പം? വിമലയെ അവർ കൊണ്ടുപോവുകയില്ല. കാരണം വിമല അവിവാഹിതയല്ലേ. അവർക്ക് വിവാഹിതര മതി. അതും കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ തയ്യാറുള്ളവരെ. എന്നുവെച്ചാൽ വിമലയ്ക്ക് ജോലി കിട്ടാൻ എളുപ്പമല്ല. നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? ഒറ്റ നിമിഷം കൊണ്ട് അവൾ വല്ലാതെയായി. വേണ്ടിവരും. വിമലയ്ക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. എന്തുവഴി? വിമല വിവാഹിതയാണെന്ന് പറയുക. വിവാഹം നടത്തിയതായിട്ടുള്ള രേഖ അവരെ ഏൽപ്പിച്ചാൽ മതി. ഒരു തെളിവിന്. അതെങ്ങനെ സാധിക്കും? നമുക്കിവിടെ രജിസ്റ്റർ മാരേജ് ചെയ്യാം. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു രേഖയുണ്ടാക്കണം. അതിൻ്റെ കോപ്പി കമ്പനിക്ക് കൈമാറണം. അത്രയുള്ളൂ കാര്യം. വിമല എൻ്റെ ഭാര്യയാണെന്ന് വന്നാൽ ജോലിക്കൊരു വിഷമവുമില്ല. വിമല നടുങ്ങി. നമ്മൾ തമ്മിൽ രജിസ്റ്റർ മാരേജ് നടത്താനോ? അതെ. പക്ഷേ അത് വെറും കടലാസിൽ മാത്രമേ കാണൂ. നിയമപരമായിട്ട് അതിന് വലിയ സാധ്യതയൊന്നുമില്ല. വിമല എല്ലായ്പ്പോഴും എൻ്റെ ഫ്രണ്ട് മാത്രമായിരിക്കും. പക്ഷേ കമ്പനിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുക. സംഗതി വളരെ നിസ്സാരം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. സാധ്യമല്ല, അവൾ തിടുക്കത്തിൽ പറഞ്ഞു.
ഞാൻ നിർബന്ധിക്കുന്നില്ല. നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം. വാങ്ങിച്ച പണം ഞാൻ ഗൾഫിൽ ചെന്ന ശേഷം അയച്ചു തരാം. വിമല തളർന്നിരുന്നു പോയി. വാവിട്ട് കരയാൻ തൊണ്ട വിങ്ങിക്കഴിഞ്ഞു. എന്താ വേണ്ടതെന്ന് വിമല തന്നെ തീരുമാനിച്ചോ? അയാൾ അന്ത്യശാസനം എന്നോളം പറഞ്ഞു. അടുത്ത അധ്യായം നാളെ.